ഹായ്, എൻ്റെ പേര് അൽഫിൻ. ഞാൻ ഇപ്പോൾ യു എയിലാണുള്ളത്, ദുബായിൽ. ജോബ് സീക്കറാണ് ഞാൻ. ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഫ്രണ്ട്സും റിലേറ്റീവ്സും എല്ലാം ചോദിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ജോബ് മാർക്കറ്റ്, എങ്ങനെയാണ് ജോലിയും കാര്യങ്ങളും ഉണ്ടോ, എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ചോദിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് ഒരു 14 ദിവസമേ ആവുന്നുള്ളൂ. അപ്പം എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു 3 കാര്യങ്ങളുണ്ട് ബേസിക്കലി. ഞാനിപ്പോൾ അതിനെപ്പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ വന്ന് 14 ദിവസമായെന്നുണ്ടെങ്കിൽ ഒരു 300+ CVസോളം ഞാൻ പലയിടത്തായിട്ട് അയച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഓൺലൈൻ പോർട്ടലിലാണെന്നുണ്ടെങ്കിലും അങ്ങനെ, അതല്ലാതെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് മെയിൽ ID കിട്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ അയച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഈ മെയിൽ ID കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നോർമലി ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി റിക്രൂട്ട്മെൻറ്റ് ഏജൻസീസിനുള്ള. അപ്പോൾ അവരുടെ മെയിൽ IDs നമുക്ക് കിട്ടും. അത് ഡയറക്റ്റ് മെയിൽ അയക്കുക. അപ്പോൾ പിന്നെ എനിക്ക് മനസ്സിലായിട്ടുള്ള 3 കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് ATS ഫ്രണ്ട്ലി CV, സെക്കൻഡ് റിജക്ഷൻസ്, തേർഡ് റെഫറൻസ്. ഓക്കെ, അപ്പോൾ ഈ ഓർഡറിലല്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞു പോയതേ ഉള്ളൂ. അതിനകത്ത് നമുക്ക് ഫസ്റ്റ് അറിയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ATS ഫ്രണ്ട്ലി, അത് മസ്റ്റാണ് നമുക്കിവിടെ. കാരണം മിക്കുള്ള കമ്പനീസുകളും AI യൂസ് ചെയ്യുന്ന കാരണം നമ്മൾ അപ്ലൈ ചെയ്യുന്ന പല ആപ്ലിക്കേഷൻസും, ഓൺലൈൻ വഴി അപ്ലൈ ചെയ്യുന്ന പല ആപ്ലിക്കേഷൻസും ATC കൂടെയാണ് കയറി പോകുന്നത്. സോ അപ്പോൾ പലതും ആ കീ പോയിൻറ്റ്സ് കറക്റ്റായിട്ട് ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ CV അതിൽ സർവൈവ് ചെയ്യില്ല, അത് റിജക്ഷൻസ് ആയിരിക്കും. നമ്മളപ്പോൾ അതിന് കമ്പനിയിൽ നിന്ന് റിപ്ലൈ വരും എന്നുള്ളത് പ്രതീക്ഷ ചെയ്യുന്നൊരു കാര്യമില്ല, വരില്ല. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ATS ഫ്രണ്ട്ലി CV ശരിയാക്കി എടുക്കുക. നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഏത് ജോബാണോ ആ ജോബിനനുസൃതമായിട്ടുള്ള കീവേഡ്സ് അതിൻ്റെ അത് യൂസ് ചെയ്യുക. ഇപ്പോൾ ലോജിസ്റ്റിക്സിനാണ് അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ വെയർ ഹൗസ്, ഇൻവെൻട്രി, അങ്ങനെയുള്ള കീവേഡ്സ് ഉണ്ടല്ലോ, അതുപോലുള്ളത് യൂസ് ചെയ്യുക. യൂസ് ചെയ്യുമ്പോഴത്തേന് മാക്സിമം അതിനുള്ള സർവൈവൽ, നമ്മുടെ CV ATSലോട്ട് സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റേറ്റ് കൂടുതലായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഉള്ളത് റിജക്ഷൻസ്. ഇത്ര CV അയച്ചിട്ടുണ്ട് എനിക്ക് ആ പാടെ വന്നിരിക്കുന്നത് 4 ഇൻ്റർവ്യൂ കോളാണ്. ആ 4 ഇൻ്റർവ്യൂ കോളിൽ ഒരെണ്ണം മാത്സിലുള്ള വോക്കിൻ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അത് ഷാർജയിലായിരുന്നു, ഞാനത് പോയിരുന്നു. ആക്ച്വലി പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേന് 100 വേക്കൻസീസാണ് അവർ പറഞ്ഞിരുന്നത്. അതിലൊരു 1000-ലധികം പേരുള്ള അവിടെ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാൻ വന്നിരുന്നു. അപ്പോൾ അതിങ്ങനെ ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒത്തിരി പേര് വന്നു കഴിഞ്ഞാൽ ഇവർ ജസ്റ്റ് CV കളക്ട് ചെയ്യത്തേ ഉള്ളൂ. CV കളക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നീട് കോൺടാക്ട് ചെയ്യാമെന്ന് പറയും. അത് നമ്മൾ ലോട്ടറി എടുക്കുന്ന പോലെ, വിളിച്ചാൽ വിളിച്ചു, ഇല്ലെങ്കിൽ ഇല്ല, അതുപോലെ ഒരു കണ്ടീഷനാണ്. അപ്പം അതൊന്ന്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ റിക്രൂട്ട്മെൻറ്റ് ഏജൻസീസാണ് കോൺടാക്ട് ചെയ്തത്. അത് അവരാദ്യമേ നമ്മളെ നല്ലപോലെ ഇൻ്റർവ്യൂവും കാര്യങ്ങളും എടുത്ത് കഴിഞ്ഞിട്ട് പറയും ഓക്കെ, അപ്പോൾ നമുക്കിനി പിന്നീട് ഒരു പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് ഒരു 450 ദിർഹംസോ അല്ലെങ്കിൽ ഒരു 300 ദിർഹംസോ നമ്മളവിടെ പേയ്മെൻറ്റ് ചെയ്യണോ വേണ്ടി വരുമെന്ന് പറയും. അങ്ങനെയുള്ളതിനൊന്നും ചെയ്യുന്ന പേടാതിരിക്കുക, അതൊന്ന്. പിന്നെ മൂന്നാമതെന്ന് പറയുന്നത് റെഫറൻസിന് ഇവിടെ ഭയങ്കര ഒരു വാല്യൂ ഉണ്ട്. അതായത് നമ്മൾ നാട്ടിലെ എക്സ്പീരിയൻസ് ഇവിടെ വാല്യൂഡ് ആവില്ല. മിക്കവാറുള്ളവർക്ക് നമ്മുടെ നാട്ടിലെ എക്സ്പീരിയൻസ് അവിടെ എടുക്കില്ല, നമ്മളെ ഫ്രഷറായിട്ട് അവർ കാണുകയുള്ളൂ. സോ മിക്കവാറുള്ള ജോലീസിൽ നമ്മൾ റിജക്റ്റ് ആവും. അപ്പം നമുക്ക് ആപ്റ്റായിട്ട് തോന്നുന്നതിൽ ഒരു റെഫറൻസ് ഉണ്ട്. നമുക്ക് അതിൽ ബേസ്ഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഇല്ല, പക്ഷേ നമുക്ക് അതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് ആണ്. സോ അപ്പോൾ അങ്ങനെയുള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു റെഫറൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 80% ചാൻസ് ഉണ്ട് നമുക്ക് അവിടെ ജോബ് കിട്ടാൻ. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് ഞാൻ ബേസിക്കലി എനിക്കിവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതലായിട്ടുള്ള മനസ്സിലായത്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോസ് ചെയ്യുന്നുണ്ട്, അത് വേറൊന്നും കൊണ്ടല്ല, ഞാൻ എയർപോർട്ടിൻ്റെ അടുത്താണ്. ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുമ്പോഴും ടേക്ക് ഓഫ് ചെയ്യുമ്പോഴും ഭയങ്കര നോയ്സാണ്, ഇവിടെ വേറൊന്നും കേൾക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പോസ് ചെയ്യേണ്ടി വരുന്നത്. സോ അപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ള ഈ 3 കാര്യങ്ങളാണ്. ഇത് മസ്റ്റ് നമ്മൾ പ്രോപ്പറായിട്ട് നോക്കേണ്ടി വരും. അതിൽ റിജക്ഷൻ എന്ന് പറയുന്നത് ശരിക്കും ഹാൻഡിൽ ചെയ്യാൻ നമ്മൾ പഠിച്ചിരിക്കണം. കാരണം നല്ലപോലെ ഫ്രസ്ട്രേഷനും കാര്യങ്ങളും ഉണ്ടാവും. കാരണം നമ്മളെക്കാളും എക്സ്പീരിയൻസ് ഒട്ടും ഇല്ലാത്ത ആൾക്കാർ ഇവിടെ വന്നിട്ട് ചിലപ്പോൾ പെട്ടെന്ന് ജോലിയാവും. ചിലപ്പോൾ അത് നമ്മുടെ ക്രെഡിറ്റ് കാർഡ് സെക്ഷൻ ആവാം, അല്ലെന്നുണ്ടെങ്കിൽ ഡെലിവറി ആയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇത്ര നാളും നമുക്കൊരു ഇൻ്റർവ്യൂ പോലും കിട്ടുന്നില്ല. അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല. ഇത് കുറേ കൂടെ ലക്ക് ബേസ്ഡായിട്ട് ഉണ്ട് ദുബായിൽ ഒരു ജോലിയുടെ കേസ്. സോ അപ്പോൾ അങ്ങനെയൊന്നും വിഷമിച്ചിരുന്നിട്ട് എടുത്തിട്ടോ കാര്യമില്ല. നല്ലപോലെ റിജക്ഷൻസ് ഹാൻഡിൽ ചെയ്യാനുള്ള കാര്യം നമുക്ക് മനസ്സിലാവും. സോ അപ്പം ഞാൻ വന്നിട്ട് ഇപ്പോൾ ഒരു 14 ദിവസമായിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് മനസ്സിലായിട്ടുള്ള 3 കാര്യങ്ങൾ ഇതാണ്. സോ ഇതൊരു ജേർണിയാണ്. ആക്ച്വലി നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നതല്ല ജേർണി, ഇവിടുന്ന് ഒരു ജോലിയിൽ കിട്ടുന്നതാണ് ഒരു ജേർണി. അപ്പോൾ എനിക്കിത് ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ഇതിൻ്റെ അപ്ഡേഷൻ കാര്യങ്ങൾ ഞാൻ ഫ്രീക്വൻ്റ് ആയിട്ട് തന്നെ ഇടാം. സോ ഇപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കമൻറ്റ് ചെയ്തേക്കുക, ഞാൻ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഇടാം.